നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തങ്ങളും വിപുലവുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആത്മീയ തലത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. പരമാവധി ആളുകൾ ഇത് കാണുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഭൗതികമായി ഈ ലോകം വല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യർ വലിയ തോതിൽ കായ്കനികൾ ഭക്ഷിച്ചും കാട്ടുവെള്ളം കുടിച്ചും കാട്ടരുവിയിലെ വെള്ളം കുടിച്ചും സന്താനോൽപാദനം നടത്തിയും ലൈംഗിക ചേഷ്ടകൾ ചെയ്തുമൊക്കെ ജീവിച്ചിരുന്ന ഒരു ചെറിയ സമൂഹം ഇന്ന് വിവരവിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ അനന്ത സാധ്യതകൾ തേടുന്ന ഒരു വലിയ ലോകത്ത് തൻ്റെ കൈവിരൽ തുമ്പെന്ന് കമ്പ്യൂട്ടറിലെ കീബോർഡിൽ അമർത്തിയ ലോകത്തിലെ ഏത് വിജ്ഞാനവും തൻ്റെ മുന്നിൽ എത്തുമെന്ന് അഹങ്കരിക്കുന്ന രീതിയിൽ മാനവർ വളർന്ന് വലിയ കണ്ടുപിടുത്തം, തീയിൽ നിന്ന് തീക്കുണ്ടത്തിലേക്കും കല്ലിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും തീയിൽ നിന്ന് തീക്കുണ്ടത്തിലേക്ക്, തീക്കുണ്ടത്തിൽ നിന്ന് ആണവ റിയാക്ടറിലേക്കും ഒക്കെയുള്ള മനുഷ്യൻ്റെ വളർച്ച ചെറുതല്ല. ഇന്നവൻ അന്യമായ ഒന്നുമില്ല. വലിയ വളർച്ചയാണ് ഉണ്ടായത്. പെട്രോളിയം ഉൽപ്പന്നം എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട്, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട്, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം നടത്തിക്കൊണ്ട്, യുദ്ധോപകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ട്, അങ്ങനെ വലിയ തോതിലാണ് ലോകത്ത് സാമ്പത്തികമായി ലോകരാജ്യങ്ങൾ വളർന്നത്. ഈ ലോകരാജ്യങ്ങൾ സാമ്പത്തികമായി വളരുമ്പോൾ തന്നെ 10-200 കോടി ആളുകൾ ഈ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കുടിവെള്ളമില്ലാതെയും ശുചിത്വമില്ലാതെയും പോകുന്നു. അത് വേറെ വിഷയമുണ്ട്. ഏത് ലോകമെടുത്താലും അവിടെ വർണ്ണവെറിയും അവിടെ ഈ പറഞ്ഞതുപോലുള്ള ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ എല്ലാ രാജ്യത്തിൻ്റെ മുഖമുദ്രയായി കൂടെ ഉണ്ട്. പക്ഷെ അപ്പോഴും വലിയൊരു വിഭാഗം ആളുകൾക്ക് ഗുണം കിട്ടി. ഇപ്പോൾ കേരളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. സാമ്പത്തികമായിട്ടൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇങ്ങനെ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളുണ്ടായി. ചെറിയ സംവിധാനങ്ങളിൽ നിന്ന് വലിയ സംവിധാനങ്ങളിൽ പോയി, ചെറിയ വാഹനത്തിൽ നിന്ന് വലിയ വാഹനത്തിലേക്ക് പോയി, വളരെ വലിയ തോതിൽ മാനവരാശി മനുഷ്യർ മാറുമ്പോഴും ആത്മസംഘർഷങ്ങൾക്കും സ്ട്രെസ്സിനും ഒരു കുറവുമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിലൊന്നും ബോധറാവുന്നില്ല, അവർ അടുക്കുന്നില്ല. അവർക്കിതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഒരു ഗുരുത്വത്തിൻ്റെ ആവശ്യമില്ല. ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാക്കി അതിൽ അഭിരമിച്ച് മൊബൈലും റീലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും പിന്നെ ഫേസ്ബുക്കും ട്വിറ്ററും എക്സും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ കാര്യങ്ങളിലേക്ക് രമിച്ചു പോകുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യൻ്റെ ആത്മബോധ ചിന്തകളുടെ ആവശ്യം. ആത്മചിന്തകളുടെ സമാഹാരമാണ് ആത്മീയത. അത് മനുഷ്യന് അത്യാവശ്യമാണ്. വളരെ വലിയ തോതിലാണ് നമുക്കത് കൊണ്ടുപോകേണ്ടത്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൽ തുടങ്ങി എൻ്റെ സ്വത്വബോധം എന്താണെന്നുള്ള ചോദ്യത്തിലൂടെ ഞാനെന്ന സ്വത്വം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് മറ്റൊരുപാട് ഞാനുകൾ ചേരുന്ന മറ്റൊരുപാട് ആളുകളുടെ സ്വത്വം ചേരുന്നതാണെന്നും ഇവയുടെ ഒരു സഹവർത്തിത്വവും ഒരു സഹാനുഭൂതിയും സഹകരണവും ഒരു സത്യവും നീതിയും ന്യായമൊക്കെ തോരുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാകണമെന്നൊക്കെയുള്ള ചിന്ത കൊണ്ടുവരുന്നത് ആത്മീയതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ആത്മീയത ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ പലരും പറയും ഞാൻ ആത്മീയവാദിയല്ല, ഭൗതികവാദിയാണെന്ന് പറയും. പക്ഷേ ഭൗതികവാദിയാണ് ഏറ്റവും വലിയ ആത്മീയവാദി എന്നോട് ചോദിച്ചാൽ. ഏതെങ്കിലും തത്വശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്നവരെല്ലാം ആത്മീയവാദികളാണ്. ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ അവരൊരു ആത്മീയവാദിയാണ്. യുക്തിവാദത്തിൽ വിശ്വസിക്കുന്നവർ ആത്മീയവാദികളാണ്. കാരണം അവരുടെ ആത്മാവിൽ അവരുടെ മനസ്സിൽ യുക്തിബോധമുണ്ടായി അതിൽ അവർ വിശ്വസിച്ച് പോവുകയാണ്. ശാസ്ത്രചിന്തകർ, സാമൂഹ്യ ഘടനയിൽ പ്രവർത്തിക്കുന്നവർ, ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്നവർ, സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാം അങ്ങനെ സാമൂഹ്യമായ ഇടപെടലുകളിൽ വരുന്ന സോഷ്യൽ ഇടങ്ങളിൽ വരുന്നവരിലെല്ലാം ഒരു ആത്മീയതയുണ്ട്. ആ ആത്മീയതയെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിൻ്റെ പരിമിതി എന്താണെന്നാൽ ഇത് ദൈവവുമായി കെട്ടുപിണഞ്ഞും വിശ്വാസവും അന്ധവിശ്വാസവും ദൈവവും എല്ലാമേ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്.
ആത്മീയത വേറെ, ദൈവം വേറെ, ദേവതാ സമ്പ്രദായം വേറെ, ഈശ്വരൻ വേറെ, ഇതെല്ലാം പല സ്ട്രീമാണ്. പക്ഷെ യോഗ വേറെ, പല 4, 5, 6, 10, 15 സ്ട്രീം, 15 കുറേ അധികം സ്ട്രീമുകളാണിത്. നിർഭാഗ്യവശാൽ ഈ സ്ട്രീമുകളെല്ലാം കൂടി കൂട്ടിക്കെട്ടി കെട്ട് നമുക്ക് 2 രീതിയിൽ അഴിക്കാം. ഗുരുദേവനൊക്കെ ചെയ്ത പോലെയും അഴിക്കാം, പൊട്ടിച്ച് കളയാം. കെട്ട് നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ കെട്ടിനെ കത്തിച്ച് കളയാം, കെട്ടിനെ ഇടിച്ചു മുറിക്കാം, പൊളിച്ചെടുക്കാം, ഊരി പറക്കുകയും ചെയ്യാം. ഊരിപ്പറയ്ക്കാനുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ആ കെട്ടിലുള്ള വസ്തുക്കളെ പിന്നെ ഉപയോഗിക്കാം. അഴിച്ചെടുക്കുക എന്ന് പറയാം. കെട്ട് അഴിച്ചെടുക്കുക. മനുഷ്യരാശിക്ക്, മാനവരാശിക്ക് സംഭവിച്ചു പോയ കേടുകളെ തല്ലിത്തകർക്കുകയല്ല വേണ്ടത്, അഴിച്ചെടുക്കുകയാണ് വേണ്ടത്, മോചിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മനുഷ്യനെ മോചിപ്പിക്കാൻ, മനുഷ്യനെ തകർക്കാതിരിക്കാൻ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്, മനസ്സിൻ്റെ ഒരു ആയുധമാണ് ആത്മീയത. ആ മനസ്സിൻ്റെ ആയുധമില്ലെങ്കിൽ നമുക്ക് ഒരു ലെവലിനപ്പുറം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഭൗതികമായ ചിന്തകൾ കൊണ്ട് മാത്രം, ഭൗതികമായ ആവശ്യങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ആരും മുന്നോട്ട് പോയിട്ടുമില്ല. മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളുടെയും മനസ്സിൻ്റെ ചിന്തകളുടെയും ബുദ്ധിയുടെയും ബോധത്തിൻ്റെയും അഹംബോധത്തിൻ്റെയും ഉപബോധത്തിൻ്റെയും അവബോധത്തിൻ്റെയും എല്ലാം കേടുന്നൊരു പിണഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനത്തിലൂടെ മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയൂ. അവിടെ ആത്മീയതയ്ക്ക് വളരെ നിയതമായ രൂപങ്ങളുണ്ട്. അതില്ലാതെ ഒരു മനുഷ്യന് മുമ്പോട്ട് സഞ്ചാരമില്ല. സത്യമെന്ന ഒരു സംവിധാനമില്ലാതെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന് നിൽക്കാനാവുക? നീതി എന്നുള്ളത് സമ്പൂർണ്ണമായി നടപ്പിലാക്കിയില്ലെങ്കിലും ഒരു പരിധിവരെ നീതി നടപ്പിലാക്കാതെ എങ്ങനെയാണ് ഈ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയുക? അപ്പോൾ വളരെ കൃത്യമായ ചില ചിട്ടകളുടെയും ശീലങ്ങളുടെയും അച്ചടക്കത്തിൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ ചില തത്വങ്ങളുടെയും പുറത്താണ് ഇതെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് ബിൽഡ് ചെയ്ത് വച്ചിരിക്കുന്നതിനെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മീയത. ആത്മചിന്തകളുടെ കൂട്ടാരമാണ് അല്ലെങ്കിൽ കൂട്ടായ്മയാണ് ആത്മീയത. മനുഷ്യബോധത്തിൻ്റെ, മനുഷ്യൻ്റെ ചിന്തകളുടെ ബോധത്തിൻ്റെ ആകെത്തുകയാണ് ആത്മീയത. അത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, കാണാനും പറ്റും. ചില സാഹചര്യങ്ങൾ ഒരാൾ മറ്റൊരാളിനോട് കാരുണ്യം കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ കാരുണ്യം കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തൻ്റെ ഭക്ഷണം മറ്റൊരാളിനും കൂടി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ആ ആത്മീയത കാണാൻ പറ്റും. കൃത്യമായ ആത്മീയത കാണാൻ പറ്റും. കേൾക്കാൻ പറ്റും, നമുക്ക് സ്പർശിച്ചറിയാൻ പറ്റും. ഒരാളിൻ്റെ സാന്ത്വനം മറ്റൊരാളിന് സാന്ത്വനമായി വരുമെങ്കിൽ, സാന്ത്വനപ്പെടുത്തൽ മറ്റൊരാളിന് സാന്ത്വനമായി വരുമെങ്കിൽ അവിടെ ആത്മീയത പ്രവർത്തിക്കുന്നുണ്ട്. അനുഭവതലത്തിൽ അറിയാൻ പറ്റും, കണ്ടറിയാൻ പറ്റും, കേട്ടറിയാൻ പറ്റും, സ്പർശിച്ചറിയാൻ പറ്റും, രുചിച്ചറിയാൻ പറ്റും. എല്ലാ തലത്തിലും അറിയാൻ പറ്റും ആത്മീയത. കാരണം അത് മനുഷ്യൻ്റെ ചിന്തകളുടെയും ആത്മാവിൻ്റെയും ഒക്കെ ഒരു ചോദനയാണ് മുമ്പോട്ടുള്ള യാത്രയിൽ. അത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ മനുഷ്യന് ആത്മീയത എന്ന് പറയുന്നത് ഭൗതികതയിൽ നിന്ന് വിട്ടുമാറി വളരെ വ്യത്യസ്തമായി ഓടുന്ന ഒരു വസ്തുവേയല്ല. നാം ചെയ്തു വരുന്ന കർമ്മങ്ങളുടെ ബാക്കിപത്രമായി വരുന്ന, റിസൾട്ടായി വരുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിട്ട് വരേണ്ട കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വരുത്തിയെടുത്താൽ നമുക്ക് കൂടുതൽ സന്തോഷിച്ച് പോകാൻ പറ്റും. സകലതിനോടും നന്ദിയുള്ളവരാണ് നമ്മൾ, കൃതജ്ഞതയുള്ളവരാണ്. ആണ് ഭാരതത്തിലെ ചിന്ത. അതുകൊണ്ടാണ് നമ്മളതിനെ ആരാധിക്കുന്നത്. സൂര്യനെ എന്തിനു ആരാധിക്കണം? സൂര്യനോട് കൃതജ്ഞതയുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്. പാമ്പിനോട് എന്താ ആരാധിക്കണം? പാമ്പിനെ ഭയവുമുണ്ട്, ബഹുമാനവുമുണ്ട്. അകലെ വെള്ളത്തെ, ഭൂമിയെ, സകല ചരാചരങ്ങളെയും നമ്മൾ എന്തിനു ബഹുമാനിക്കുന്നു? കാരണം അതും കൂടിയാണ് നമുക്ക് ജീവിതം തരുന്നത്. സൂര്യൻ്റെ പ്രകാശവും സൂര്യൻ്റെ ചൂടും സൂര്യൻ ഈ ഭൂമിക്ക് നൽകുന്ന സംഭാവനയും ഒക്കെ നോക്കിയിട്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ സൂര്യൻ മാത്രം മതിയോ? പോരാ, വെള്ളം വളരെ പ്രധാനപ്പെട്ട ആളാണ്.
വളരെ പ്രധാനപ്പെട്ട കക്ഷിയാണ് വെള്ളം, മണ്ണ്, വായു, സസ്യലതാദികൾ, പക്ഷി മൃഗാദികൾ, ഇതെല്ലാം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആദരിക്കുന്നത്. ആ ആദരിക്കലിന് ഒരു കൃതജ്ഞതയാണ്. അതാണ് നമ്മുടെ ആത്മീയത. നമ്മളതിനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്, ആദരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായ മനസ്സിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മനസ്സിനെ ഉയർത്തുന്നതാണ്. മനസ്സിൻ്റെ ഉയർന്ന തലമാണ് ആത്മീയത. മനസ്സിൻ്റെ ഉയർന്ന തലമാണ് ആത്മീയതയായി നിൽക്കുമ്പോൾ അത് എല്ലാ കാലവും വളരെ കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ അതൊരു നീതിയിലധിഷ്ഠിതമായ, സത്യത്തിലധിഷ്ഠിതമായ, ഒരു ന്യായത്തിലധിഷ്ഠിതമായ, തുല്യതയിലധിഷ്ഠിതമായ, ഒരു സഹകരണത്തിലും സഹാനുഭൂതിയിലും സഹിഷ്ണുതയിലൊക്കെ അധിഷ്ഠിതമായ രീതിയിൽ മനുഷ്യൻ മുന്നോട്ട് പോകണമെങ്കിൽ അവന് കൃത്യമായ ആത്മീയത ആവശ്യമുണ്ട്. അത് കേവലം അന്ധവിശ്വാസമോ അല്ലെങ്കിൽ ദൈവമോ ദേവതാ സമ്പ്രദായമോ ഈശ്വര സമ്പ്രദായമോ അല്ല. ഈ ആത്മീയത കൊണ്ടുപോകൽ ആണ്, എല്ലാം കൊണ്ടുപോകണം എല്ലാ കാലവും എന്ന് പറയുന്നതാണ് സനാതനധർമ്മം. ഇതൊരു ധർമ്മമാണ്, നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ് ഈ സ്പിരിച്വാലിറ്റി. മാനവരാശി ഉയർത്തിപ്പിടിക്കുന്ന ഈ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ സനാതനധർമ്മം എന്ന വാക്കിൽ പറയുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ ഞാൻ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളത്. എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത്, ഇന്നുള്ളത്, നാളെയുള്ളത്, മറ്റന്നാളുള്ളത്, ഇന്നലെ ഉണ്ടായിരുന്നത്, എല്ലാ കാലവും നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാ കാലവും നിലനിൽക്കുന്ന, എല്ലാ കാലവും നിലനിർത്തേണ്ടുന്ന, എല്ലാ കാലവും ഉൾക്കൊള്ളേണ്ടുന്ന, എല്ലാ കാലവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരുപാട് ചിന്തകളുടെ ആകത്തുകയാണ് ആത്മീയത. അതില്ലാതെ എങ്ങനെയാണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർ മാനവരാകണമെങ്കിൽ കേവല വ്യക്തിയിൽ നിന്ന് ഒരു കുടുംബ വ്യക്തിയായി മാറുമ്പോൾ, കേവല വ്യക്തിയിൽ നിന്നൊരു സാമൂഹ്യ ജീവിയായി മാറുമ്പോൾ, ഒരു സാമൂഹ്യ വ്യക്തിയായി മാറുമ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ എന്തുണ്ട്, നമുക്ക് ആത്മീയത ആവശ്യമുണ്ട്. അതില്ലാതെ ഒരു മില്ലിമീറ്റർ പോലും നമുക്ക് മുന്നോട്ടാൻ കഴിയില്ല. എന്നാൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഭൗതികമായ വാദങ്ങൾക്ക് വല്ലാതെ അപ്പർ ഹാൻഡ് കിട്ടുകയും ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മനുഷ്യർക്കെല്ലാം നേടാമെന്ന് പറയുകയും അതിനു വേണ്ടിയിട്ടുള്ള പടയോട്ടം നടത്തുകയും ചെയ്യുമ്പോഴാണ് സംഘർഷങ്ങളുണ്ടാകുന്നത്. അത് ആത്മസംഘർഷമാകുമ്പോൾ സ്ട്രെസ്സിൻ്റെ രൂപത്തിൽ വരും. ഇന്നലെ വരെ നേടിയ കുറേ കാര്യങ്ങളുണ്ട്, നാളെ നേടാനുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട്. നേടിയത് ചിലപ്പോൾ നല്ലതായിരിക്കും, ചീത്തയായിരിക്കും. അതിൻ്റെ ഒരു ലൈഫ് സയൻസ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. പഠിച്ചത് നല്ലത് കാണും, ചീത്ത കാണും, കിട്ടിയത് കാണും, കിട്ടാത്ത കാണും. നാളെ അങ്ങനെയല്ല, നാളെകൾ അങ്ങനെയല്ല. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് ഇന്നലകളെ പഠിക്കാനും ഇന്നലകളെ വിലയിരുത്താനും നാളെകളെ നമുക്ക് വരവേൽക്കാനും നാളെകൾക്ക് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന വളരെ കൃത്യമായ ചില ഇടങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിത്യവും ദൈവചിന്തയിലിരിക്കുന്നവർ, ആത്മീയ ചിന്തയിലിരിക്കുന്നവർ സ്ട്രെസ്സ് കുറവായിരിക്കും, സ്വാഭാവികമല്ലേ. യോഗ കൂടുതൽ ചെയ്യുന്നവർക്ക് സ്ട്രെസ്സ് കുറവായിരിക്കും. ഭൗതികമായോ മാനസികമായോ ഈ പറയുന്ന എന്തെങ്കിലും ഇടപെടലുകളിലുള്ളവർക്കെല്ലാം നാമം ജപിക്കുന്നവർ കുറവായിരിക്കും, സ്വാഭാവികമായിട്ട് സ്ട്രെസ്സ് കുറവായിരിക്കും. ആഗ്രഹങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ചോദിക്കും, ആഗ്രഹങ്ങൾ ലിമിറ്റ് ചെയ്യാമോ? പക്ഷെ അത്യാഗ്രഹമാകാമോ? ആർത്തിയാകാമോ? അത്യാർത്തിയാകാമോ? പിന്നെ കൈവിട്ടു പോകില്ലേ? അത് കണ്ടുപിടിക്കാനുള്ള, അത് ഉരുക്കൂട്ടുവാനുള്ള, അത് പിടിച്ചെടുക്കാനുള്ള ത്വര വരത്തില്ലേ? അതില്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നമുക്ക് നമ്മുടെ മനുഷ്യ മനസ്സിന് ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്മയാണ്, ഒരു സത്യമാണ് ആത്മീയത. അതുകൊണ്ട് തന്നെ മനുഷ്യ ചിന്തകളുടെ കൂട്ടായ്മയെന്നോ മുന്നോട്ടുള്ള യാത്രയ്ക്ക് മനുഷ്യ മനസ്സിനെ ഒരുക്കുന്ന, മനുഷ്യ മനസ്സിനെ പരുവപ്പെടുത്തുന്ന, കണ്ടീഷൻ ചെയ്യുന്ന ടൂളെന്നോ മെഡിസിനെന്നോ ഒക്കെ നമുക്ക് സ്പിരിച്വാലിറ്റിയെ പറയാം.
അത് വേ ഓഫ് തോട്ടാണ്, ഒരു ബഞ്ച് ഓഫ് തോട്ട്സാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള, മാനവരാശിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ബഞ്ച് ഓഫ് തോട്ട്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ധാർമ്മിക ബോധത്തിലേക്ക് മനുഷ്യർ വരുമ്പോഴാണ് മനുഷ്യർ മാനവരാകുന്നത്. അതിനുള്ള യാത്രയിലാണ് മനുഷ്യർ. അതിനുള്ള മനസ്സിൻ്റെ ഭക്ഷണമാണ് ഈ പറയുന്ന പോലെ ആത്മീയതയെന്ന് നാം തിരിച്ചറിയണം.